ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജൂലൈയിലേക്കുള്ള എൻ്റെ ബുള്ളറ്റ് ജേർണൽ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ജൂലൈ കവർ പേജാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈലൈറ്റർ കൊണ്ട് ഗ്രിഡ്സ് വരച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു കൊറിയൻ സ്റ്റൈൽ പോലെയൊക്കെ ആയില്ലേ. എന്നിട്ട് ഞാൻ ജൂലൈന്ന് കാലിഗ്രാഫിയിൽ എഴുതി കൊടുത്തു. അപ്പോൾ ആ പേജ് അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പേജിലും ഞാൻ ഇതേ ഹൈലൈറ്റർ കൊണ്ട് തന്നെ ജസ്റ്റ് ബ്ലോബ്സ് പോലെ ഡിസൈൻ കൊടുത്തിട്ട് ഒരു കോട്ട എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് അങ്ങനെ കിട്ടിയതാണ്. സം ഡേയ്സ് ഐ ആം ദ സ്കൈ ആൻഡ് സം ഡേയ്സ് ഐ ആം ദ റെയിൻ. അപ്പോൾ കവർ പേജ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് പേജിൽ ഞാനൊരു കലണ്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഒക്കെ എഴുതി വെക്കാൻ ജസ്റ്റ് ഒരു ചെറിയ കലണ്ടർ. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. സ്കെയിലൊന്നും എടുക്കാൻ എനിക്കപ്പോൾ തോന്നിയില്ല. ഈ ഒരു മന്ത്ലി സ്പ്രെഡ് മുഴുവൻ ഞാൻ ഒറ്റൊരു ഹൈലൈറ്ററും ഒരു ബ്ലാക്ക് പെന്നും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അധികം ഡെക്കറേഷൻ കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇതുപോലെ എടുക്കാറില്ല, ഹൈലൈറ്റർ പോലെ എടുക്കാറില്ല, ജസ്റ്റ് ഒരു പെന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഈ ബുക്ക് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്നായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇത് ഞാൻ അജിയോന്ന് മേടിച്ചതാണ്, മ്യൂജി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. അപ്പോൾ ഇതൊരു B5 സൈസ് നോട്ട്ബുക്കായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഫുൾ കോലം മാറ്റി ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ആ കലണ്ടറിന് ഞാൻ മന്ത് അറ്റ് എ ഗ്ലാൻസ് എന്ന് ഹെഡിങ് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഗോൾസ് ഓഫ് ദ മന്താണ്. അതിന് ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് കുറച്ച് ചെറിയൊരു ഹൈലൈറ്റർ കൊണ്ട് തന്നെ നേരത്തെ പോലത്തെ ഡിസൈൻ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ജൂലൈയിലെ ഗോൾസ് ഞാൻ എഴുതി വെക്കും. സംഭവം ഡിസൈൻ കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയെങ്കിലും ഞാനത് എങ്ങനെയല്ലോ ഫിക്സ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ സെക്കൻഡ് സ്പ്രെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നെക്സ്റ്റ് 2 പേജ് എൻ്റെ ബ്രെയിൻ ഡംപ് സ്പ്രെഡാണ്. അപ്പോൾ ഈ ബ്രെയിൻ ഡംപ് സ്പ്രെഡിനെ പറ്റി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. ഇതിൻ്റെ യൂസ്ഫുൾനെസ്സും ഒക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാലിഗ്രാഫിയിൽ എഴുതി കൊടുത്തു, ചെറിയൊരു ഡൂഡിലും അവിടെ കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ പേജിൽ ഞാൻ കാര്യമായിട്ട് എന്തോ വരച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. അതെനിക്ക് വേറെ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ കൊടുത്തതാണ്. അപ്പോൾ ലാസ്റ്റായിട്ടൊരു വീക്ക്ലി സ്പ്രെഡാണ്. അപ്പോൾ വീക്ക്ലി സ്പ്രെഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ് എൻ്റെ ഒരു ഗോ ടു ആയിട്ടുള്ളൊരു സ്പ്രെഡ്. അപ്പോൾ സൈഡിൽ ഒരു കലണ്ടറും അവിടെ ടാസ്ക്സും ബ്രെയിൻ ഡംപ് ചെയ്യാനൊക്കെയുള്ള സ്പേസും, ഇപ്പുറത്തെ സൈഡിൽ ഓരോ വീക്കിനുള്ള ഡെഡിക്കേറ്റഡ് സ്പേസും. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ജൂലൈ ബുള്ളറ്റ് ജേർണൽ. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലാസ്റ്റായിട്ടൊരു ഫ്ലിപ്പ് ത്രൂ കണ്ടാലോ.